ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയല്ല ഹെയർ ആക്സസറീസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. 10 രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ നമുക്ക് സ്റ്റെൻസിൽ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പം സ്റ്റെൻസിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഏതെങ്കിലും ആപ്പിൽ പിൻട്രസ്റ്റ് പോലത്തെ നല്ല ആപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ അതിൽ നിന്നാണ് ഇതെടുത്ത് പ്രിൻ്റ് എടുത്തത്. ഇതുപോലെ ഒരു പേപ്പറിലോട്ട് പ്രിൻ്റ് എടുക്കുക. അതിലാകുമ്പം വേറെ ആപ്പുകളിൽ എനിക്കറിയത്തില്ല, പിൻട്രസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം അതിലിതുപോലെ അതിൻ്റെ അളവും എല്ലാം പറഞ്ഞു വരും. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൽ കുക്കീസോ ക്യാൻഡീസോ ഈ ചോക്കോപ്പൈ പോലത്തെ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന കേക്ക്സൊക്കെ അതൊക്കെ കൊണ്ടുവരുന്ന ബോക്സ് ഇതുപോലെ എടുത്തിട്ട് അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം, അത്രേ പരിപാടിയുള്ളൂ. അപ്പം സ്റ്റെൻസിൽ എന്താണെന്ന് അറിയാത്ത കൂട്ടുകാർക്കായിട്ട് സ്റ്റെൻസിൽ എന്ന് പറയുന്നത് നമ്മളൊരു ആൽഫബറ്റ്സിൻ്റെയോ നമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഷേപ്സിൻ്റെയോ ഒക്കെ ഔട്ട്ലൈൻ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നതിനാണ് സ്റ്റെൻസിൽ എന്ന് പറയുന്നത്. അത് എല്ലാത്തിൻ്റെ അവൈലബിൾ ആണ് സ്റ്റെൻസിൽ. നമുക്ക് ഓൺലൈനിലോ ഒക്കെ നോക്കിയാൽ അവൈലബിൾ ആണ്. അല്ലെ ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസ് വിൽക്കുന്നവരുടെയിലൊക്കെ കിട്ടും. പക്ഷേ ഇത് നമുക്ക് 10 രൂപ പോലും ചിലവില്ല. ഒരു പ്രിൻ്റ് എടുക്കുന്നതിന് 5 രൂപ പോലും ചിലവ് വരുന്ന കാര്യമല്ല. അപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഇതുപോലുള്ള ബോക്സുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിനകത്തോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പ്രിൻ്റ് എടുത്തത്. ഇനി നമുക്കിതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഇതുപോലുള്ള ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ ക്ലിപ്പ് കാണുമ്പോൾ നമ്മൾക്ക് ആഗ്രഹം വരത്തില്ല, ഇതൊന്ന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം സംഭവം ഇതാണ്, സ്റ്റെൻസിൽ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്ത് ഔട്ട്ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഷേപ്പിലൊന്ന് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡൊക്കെ ആണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറച്ചുകൂടെ നാളൊക്കെ ഇരുന്നോളും. നമുക്കിത് ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വരയ്ക്കാൻ മാത്രം മതിയല്ലോ. അപ്പോൾ ഇനി വരുന്ന നാളെ തൊട്ടുള്ള വീഡിയോസിലൊക്കെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് നമ്മൾ സ്റ്റെൻസിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളിതിങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള നല്ല നല്ല ഹെയർ ക്ലിപ്സുകൾ നമുക്ക് വെട്ടിയെടുത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. ഇതുപോലുള്ള സ്റ്റെൻസിലുകൾ വെച്ചിട്ട് അത് വരച്ച് അത് അതിൻ്റെ പുറത്തൂടെ കട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുക്കാനും, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇതുപോലുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്റ്റെൻസിൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ കയറിപ്പോവുകയൊന്നും ചെയ്യരുത്. വളരെ കണ്ണിങ് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വരയ്ക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഈ പ്രിൻ്റ് എടുക്കുന്ന പാടും വേണ്ട. ജസ്റ്റ് കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ എല്ലാം വരച്ചിട്ട് ഇതുപോലുള്ളതിനകത്തോട്ട് പേസ്റ്റ് ചെയ്ത് നമുക്ക് വെട്ടിയെടുത്താൽ മതി. അതല്ല എന്നുള്ള കൂട്ടുകാർക്കാണെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഇത് പിൻട്രസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ അളവും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പച്ചെറുപ്പമുള്ളത് കിട്ടും. ഈവൻ 1.5 വരെ ഉള്ളതും നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം നമുക്കിതുപോലെ വെട്ടിയെടുക്കാം. പിന്നെ കൂട്ടുകാർ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കേണ്ട. നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഹെയർ ക്ലിപ്സും ഹെയർ ബോയും ഒക്കെ ഉണ്ടാക്കാം. ഇതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം.
ഓക്കെ, അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്, ഒരു ബട്ടർഫ്ലൈ. ഇതുപോലെ നമ്മൾ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോസ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, പല അളവിലുണ്ട്, ബോസ് പല അളവിലുണ്ട്. അപ്പം ഇതുപോലൊരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഇതുപോലത്തെ ഒരു ബോ വെച്ചിട്ട് ഞാൻ മേക്ക് ചെയ്തൊരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് വെച്ച് വെട്ടിയെടുത്തതിന് ശേഷം രണ്ടറ്റം ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇതെല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും വർക്കൗട്ടാകും.